ചേരുന്നു ഗിരീഷ്. ഗുഡ് മോർണിംഗ് ഗിരീഷ്. എന്തായിരുന്നു നിയമസഭയിൽ ഇപ്പോൾ സംഭവിച്ചത്? അവിടെ ഇരിക്കെ പ്ലീസ് 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 പ്ലീസ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് വി ജോയ് ഉന്നയിച്ച ചോദ്യമാണ് പ്രതിപക്ഷത്ത് നിന്ന് ബഹളത്തിന് കാരണമായത്. തുടർന്ന് ഭരണപക്ഷവും ബഹളവുമായി ഈ തർക്കവുമായി എഴുന്നേൽക്കുകയായിരുന്നു. നേരത്തെ തന്നെ ഈ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തി എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് Yes, Shri Anslan, please. Sir. Yes, Shri Minister, please. Minister. സർ, ഞാൻ ഈ മറുപടി പൂർണ്ണമായിട്ടും കേൾക്കാനുള്ള ക്ഷമയുണ്ടാവുന്നതല്ലേ? പ്ലീസ്. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന ശ്രീ VK സനോജ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ 1490/2023 അണ്ടർ സെക്ഷൻ 468, 465, 471 IPC 66C IT ആക്ട് എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിക്കാൻ ഉതകുന്ന ആപ്ലിക്കേഷൻ പോലീസ് സൈബർ ഡോമിന്റെ സഹായത്തോടെ ഈ ആപ്പ് നിർമ്മിച്ച പ്രതികളായ ജെയ്സൺ തോമസ്, രാകേഷ് അരവിന്ദ് എന്നിവരെ കണ്ടെത്തുകയും ചെയ്തു. അതാണിത് സൈബർ കുറ്റകൃത്യമാണ് എന്ന് പറയുന്നത്. ഒരു ആപ്പിന്റെ സഹായത്തോടു കൂടിയാണ് വ്യാജ കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. സർ, പ്രതികളുടെ പക്കൽ നിന്ന് വ്യാജ ID, അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് ഇപ്പോൾ അന്വേഷണത്തിലാണ്. ഇതേ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പരാതിയിലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ നടന്നു. ശ്രീമതി യു പ്രതിഭ. സാർ, കൊണ്ടു നടന്നത് നീയ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയ ചാപ്പ. ഇതാണ് ഇന്നത്തെ അപ്പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. സാർ, മഷിക്കുപ്പി സമരം സാർ പറയാൻ അനുവദിക്കണം. പ്ലീസ്, ചോദ്യം മാത്രമേ പറ്റൂ. വ്യാജ വീഡിയോ, വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട്, കള്ളപ്രചരണം, അപവാദ പ്രചരണം, ഇതിനായി സൈബർ കോൺഗ്രസ് എന്ന പേരിൽ ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാർ. ഞങ്ങളെ പോലുള്ളവർ അനുഭവസ്ഥരാണ്. ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് വിശ്രമമില്ലാതെ ഫാക്ടറിയിൽ നിന്ന് സാർ എന്തിനധികം പറയണം, CPM DYFI നേതാവായിട്ടുള്ള റഹീം MPയുടെ അശ്ലീല പദപ്രചരണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് സാർ. എന്തിന് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട DYFI നേതാവായ ബിജുവിന്റെ ഭാര്യയുടെ പേരിൽ വ്യാജ അശ്ലീല. സാർ, എന്റെ ചോദ്യം കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്ത് നടപടി എടുത്തിട്ടുണ്ട്? സർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചതുപോലെ ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട്, കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിലുള്ള ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്ത്രീകൾക്ക് നേരെ അപകീർത്തിപരമായും അദ്ദേഹം പറയട്ടെ. ശ്രീ എൽദോസ് പ്ലീസ് അവിടെ പറയട്ടെ. അവിടെ ഇരിക്കെ, എല്ലാരും എഴുന്നേൽക്കണ്ട. മിനിസ്റ്റർ പറയട്ടെ. എല്ലാരും എണീക്കണ്ട. മിനിസ്റ്റർ പറയട്ടെ പ്ലീസ്. അദ്ദേഹം പറയട്ടെ. അവിടെ ആരും മിണ്ടുന്നില്ലല്ലോ. അദ്ദേഹം പറയട്ടെ. ഞാൻ കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. കുഞ്ഞച്ചന്റെ വല്യച്ഛന്മാരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല സർ. കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്ത്രീകൾക്ക് നേരെ അപകീർത്തിപരമായും അശ്ലീലമായും പോസ്റ്റ് ഇട്ടിരുന്ന പ്രൊഫൈലിനെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ IT നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ക്രൈം നമ്പർ 63/2023 ആയി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് അനാലിസിസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് അനാലിസിസ്, ഫേസ്ബുക്ക് റിപ്പോർട്ട്
എന്നിവയിലൂടെ ഈ വ്യാജ അക്കൗണ്ടിന്റെ നിർമ്മാതാവായ തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി എബിനെ അറസ്റ്റ് ചെയ്തു. നിലവിൽ പറഞ്ഞോ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ. സർ, നിലവിൽ ഈ കേസ് അന്വേഷണ ഘട്ടത്തിലാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്ക് നേരെ അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ഇയാൾക്കെതിരെ പാലക്കാട് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 544/2023 പ്രകാരം മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാർ, സ്ത്രീകൾക്കെതിരായി തുടർച്ചയായി അശ്ലീല പ്രചരണം നടത്തുന്ന ഒരു ആളെക്കുറിച്ചും അയാൾക്കെതിരായ എടുത്ത നടപടിയെക്കുറിച്ചും പറയുമ്പോൾ ഈ പ്രതിപക്ഷം ഇങ്ങനെ അസ്വസ്ഥരാകുമ്പോൾ സംശയം അവരിലേക്കല്ലേ നീളുന്നത്? സാർ, വടികൊടുത്ത് അടിവാങ്ങിക്കാൻ ചോദ്യത്തിലേക്ക് വന്നാൽ മതി. വടിയടിയെല്ലാം പിന്നെയാക്കാം. ചോദ്യത്തിലേക്ക് വന്നാൽ മതി. സാർ, ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റ് ഓൺലൈൻ ന്യൂസിന്റെ ചോദ്യത്തിലേക്ക് ലോഗോ വ്യാജമായി നിർമ്മിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്ന സന്ദേശങ്ങൾ പ്രചരിച്ച കേസ് അത് പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ടോ സർ? നിങ്ങൾ ആരെങ്കിലും ചോദിക്കണ്ടേ? നോ. യെസ്. സാർ, ഏഷ്യാനെറ്റിന്റെ ന്യൂസ് എഡിറ്ററുടെ പരാതിയിലുള്ള കേസിന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു. അത് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്. അതിലും ഈ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്നും മറ്റും കിട്ടേണ്ടതുണ്ട്. അന്വേഷണം നടത്തി വരികയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ചോദ്യോത്തര വേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അങ്ങ് ഇതിനെ കൂട്ടുനിൽക്കരുത്. കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? പക്ഷേ സാർ, ഞാൻ അങ്ങയോട് പറയുന്നു, ഇത് ചോദ്യോത്തര വേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ, ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം 3-4 ഭരണകക്ഷി അംഗങ്ങൾ ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. സാർ, ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചോദ്യം ആണ്. കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടനാ നേതാവിൻ്റെ പേരിൽ ഒരു വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി വ്യാപകമായി പ്രചരിപ്പിച്ചു. ആ നേതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി തൻ്റെ ഫോൺ കൊടുത്ത് പരിശോധിക്കാൻ പറഞ്ഞു. പോലീസ് പറഞ്ഞു, ഇത് വ്യാജമാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തതല്ല, നിങ്ങൾ നിരപരാധിയാണ്. കോടതിയിലും വിവരം കൊടുത്തു. സർ, അത് പരസ്യം അത് പ്രചരിപ്പിച്ച ഭരണകക്ഷിയുടെ മുൻ MLA, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരാൾക്കെതിരായും ഒരു കേസും എടുക്കാതെ ബാക്കി സംസ്ഥാനത്ത് പല സൈബർ കേസുകൾ ഇഷ്ടംപോലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസുകളുടെ മറുപടി പറയുന്നത് എന്ത് ശരിയാണ് സാർ? അതല്ലേ നടക്കുന്നത്? അപ്പൊ ചോദ്യം അതാണ്, എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ MLAക്കെതിരായി കേസെടുത്തില്ല? ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു. മുൻ MLAയുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഉണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാർ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത് പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തില്ല എന്നാണ്. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു ദീർഘമായ സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്തി. സർ, സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചരണത്തെക്കുറിച്ച്, അതിന് ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചതിനെ കുറിച്ച് ഒരു വനിതാ അംഗം ഈ സഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ, സർ, ഞാനതിന് മറുപടി പറയണ്ടേ? അതിന് മറുപടി പറയണ്ടേ? ഞാൻ പ്രതീക്ഷിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ അശ്ലീല പ്രചരണത്തെ ഈ സഭ പ്രതിപക്ഷവും കൂടി ചേർന്ന് അപലപിക്കുമെന്നാണ്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഖേദപൂർവം അത് പറയട്ടെ. സർ, എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് എന്തുകൊണ്ട് മുൻ MLAക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ്. എന്താണ് സാർ ശ്രീമതി KK ലതിക അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്? ഇതാണ് അവരുടെ വാചകങ്ങൾ, ഞാൻ വായിക്കാം. എന്തൊരു വർഗീയതയാണോ ഇത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കണ്ടേ?
ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത്. ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ? സാർ, അപ്പോ പിന്നെ ഇത് ആരാണ് സൃഷ്ടിച്ചത്? വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് സൃഷ്ടിച്ചത് ആരാണ്? അതിന്റെ വിവരങ്ങളാണ് ഫേസ്ബുക്കിൽ നിന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടിയാൽ ഇപ്പം എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പല തവണ ഇവിടെ ആവർത്തിച്ചത് പ്രതിപക്ഷം ചെവിക്കൊള്ളുന്നില്ല. ഇത് ആര് പ്രചരിപ്പിച്ചാലും ആര് സൃഷ്ടിച്ചാലും അവർക്കെതിരെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കിട്ടിയാൽ ഉടൻ കടുത്ത നടപടി നിയമാനുസൃതമാണ്. ചോദ്യം നമ്പർ 303 ശ്രീമതി കെ രമ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം തദ്ദേശ സ്വയംഭരണവും എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, എയും ബിയും സിയും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണവും സാമുദായിക സ്പർദ്ധയും ലക്ഷ്യം വെച്ച് നവമാധ്യമങ്ങളിൽ മതവർഗീയത പ്രചരിപ്പിക്കുന്നത് സംബന്ധിച്ച് LDF സ്ഥാനാർത്ഥി ശ്രീമതി കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാരൻ ശ്രീ C ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു പരാതിയും നാട്ടിൽ മതസ്പർദ്ധയും കലാപവും നടത്താൻ ആഹ്വാനം ചെയ്യുന്നതുമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയ സംബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ പരാതിയും പോലീസിന് ലഭിച്ചിരുന്നു. 2 പരാതികളിലും പോലീസ് വിശദവും ശാസ്ത്രീയവും സമയബന്ധിതവുമായ നടപടിയാണ് സ്വീകരിച്ചത്. കണ്ടന്റ് നീക്കം ചെയ്യുന്നതിന് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം പ്രൊഫൈൽ വിവരങ്ങളും തേടിയിട്ടുണ്ട്. അക്കൗണ്ടിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ഇതുപോലുള്ള എല്ലാ പരാതികളും നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത്. സർ, ഏതാണ്ട് സമാനമായിട്ടുള്ള ചോദ്യമാണ്, മറുപടി ഞാൻ ആവർത്തിക്കുന്നില്ല. ശ്രീമതി കെ രമ. സർ, വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാഫിർ പ്രയോഗം നടത്തിയെന്ന് വ്യാജ പ്രചരണം നടത്തുന്നതിനായി ഉപയോഗപ്പെട്ട വ്യാജ പോസ്റ്റ് തയ്യാറാക്കിയെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകനാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്ന വസ്തുതാവിരുദ്ധമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയത് എപ്പോഴാണെന്നും ഇലക്ഷൻ പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ ഔദ്യോഗികമായി ഈ വസ്തുതകൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതും സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ടോ? മിനിസ്റ്റർ. സർ, അങ്ങനെ ഒരു കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിലില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, വർഗീയ ചേരിതിരിവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ പ്രയോഗം നടത്തിയെന്ന മുൻ MLA കുറ്റ്യാടി MLA KK ലതിക ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഏത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്? ആ പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ളത് അതിനെതിരെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, ഞാൻ ആ കാര്യങ്ങളെല്ലാം നേരത്തെ വിശദീകരിച്ചു. അന്വേഷണ ഘട്ടത്തിലാണ്. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടുന്നു. ഇത് സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് എവിടെ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന്. ബഹുമാനപ്പെട്ട KK ലതിക MLA എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന കാര്യം ഞാനിവിടെ വായിച്ചതാണ്. അവർ വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. അത് പിൻവലിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു പോസ്റ്റിനെ ദുരുപയോഗിച്ച് നാട്ടിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും പക്വമായ വിവേകപൂർണമായ നടപടി അത് പിൻവലിക്കുക എന്നതാണ്. അങ്ങനെ നമ്മൾ പലരും പിൻവലിച്ചിട്ടില്ലേ? അങ്ങനെ പലരും പിൻവലിച്ചിട്ടുണ്ടല്ലോ. ഞാനിപ്പോ ഓരോന്ന് പറയണോ? പലതരത്തിലുള്ള പോസ്റ്റുകൾ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ വന്നത് അല്ലെങ്കിൽ ഇത് ഏൽപ്പിച്ചാരെങ്കിലും ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ അനുചിതമാണ്, തെറ്റാണ് എന്ന് കണ്ടപ്പോൾ പിൻവലിച്ചിട്ടില്ല. അതൊരു വിവേകപൂർണമായ നടപടിയാണ്. ശ്രീ സണ്ണി ജോസഫ്. അതെ, മന്ത്രി ഇപ്പൊ അന്വേഷണത്തിലിരിക്കുന്ന കേസില് ലതിക കുറ്റം ചെയ്തിട്ടില്ല എന്ന് മന്ത്രി പ്രഖ്യാപിക്കാൻ നിയമവാഴ്ചക്കെതിരാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. സാർ, എൻ്റെ ചോദ്യം ഇത്തരത്തില് തെറ്റായ പ്രൊഫൈലുകളൊക്കെ സൃഷ്ടിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കെതിരായിട്ട് ബഹുമാനായ MV ജയരാജൻ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. റെഡ് ആർമി, ചെങ്കോട്ട, ചെങ്കതിർ ഈ പേരിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ പ്രചരണം നടത്തുന്ന ആളുകളെ അദ്ദേഹം വിളിച്ചത് എരണം കെട്ടവരെന്ന്. ചോദ്യത്തിലേക്ക് വരൂ പ്ലീസ്. അക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ എരണം കെട്ടവരെന്ന് അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അങ്ങയുടെ പാർട്ടി സഹാക്കളെ കുറിച്ച് പറയേണ്ട സാഹചര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യം വസ്തുതാവിരുദ്ധമാണ്. മുൻ MLA ശ്രീമതി KK ലതിക കുറ്റം ചെയ്തോ ചെയ്തില്ലേ എന്ന വിധി പ്രസ്താവം ഇവിടെ നടത്തിയിട്ടില്ല. ഇവിടെ നടത്തിയത്
അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവർ കുറിച്ച അഭിപ്രായ പ്രകടനം ഇതാണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് പറയട്ടെ അദ്ദേഹം കംപ്ലീറ്റ് ലെറ്റ് ഹിം കംപ്ലീറ്റ് പ്ലീസ് ലെറ്റ് ഹിം കംപ്ലീറ്റ് പ്ലീസ് യെസ് അല്ല, ഇവിടെ അതിനെക്കുറിച്ച് പരാമർശമുണ്ടായി. അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് കുറിച്ചത് എന്ന വിവരം ഇവിടെ കൈവശമുണ്ടല്ലോ. ശരി. രണ്ടാമത്തെ കാര്യം, സർ, സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ദുഷ്പ്രചരണം നടത്തുന്ന, ഇത്തരം സാമൂഹിക വിരുദ്ധമായ പ്രചരണം നടത്തുന്ന ശക്തികളെയാണ് പലരും ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി നടത്തിയ വിശേഷണത്തെക്കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. പലരും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ദുഷ്പ്രചരണം നടത്തുന്നവരെ സാമൂഹിക വിരുദ്ധരായിട്ടാണ് കാണുന്നത്. സാർ, അങ്ങ് ഈ നിയമസഭയിൽ KK ലതിയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പരാമർശം വായിച്ചിട്ട് പറഞ്ഞത് ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച വാക്കുകളാണ്. ഇത്രയും അങ്ങനെ ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവർക്കൊരു താമ്രപത്രം. സാർ, ഇവിടെ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും വ്യക്തിഹത്യക്കും ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. നിഷ്ഠൂരമായ കൊല നടത്തിയ ശേഷം മാഷാ അള്ളാ എന്ന ഞാൻ വരുവാണല്ലോ. പ്രസ്തുത കേസിൽ ഈ പ്രവണതയാണ് കാണുന്നത്. ഈ പ്രവണത തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ? വ്യക്തമായോ? താമ്രപത്രം വേണോ അതോ കുറ്റപത്രം വേണോ എന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ആ കാര്യങ്ങളൊക്കെ പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ. സർ, ഇത്തരം എല്ലാ പ്രചരണങ്ങളെയും, സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളെ, സാമൂഹിക വിരുദ്ധമായ പ്രചരണങ്ങളെ സർക്കാർ കർശനമായി തന്നെ നേരിടും. സനീഷ് കുമാർ ജോസഫ്. സർ, വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ച സംഭവത്തിൽ മുൻ MLA KK ലതികയുടെ മൊഴി എടുത്തിരുന്നു. ഇല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഉദാസീന വരുത്തിയതിന്റെ കാരണം വ്യക്തമാക്കുമോ? സർ, അക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ് അന്വേഷണ ഘട്ടത്തിൽ. ചോദ്യം നമ്പർ 304, ശ്രീ AP അനിൽകുമാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി ശ്രീ AP അനിൽകുമാർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, എയും ബിയും സിയും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ എന്ന സംഘടനയുടെ ജില്ലാ ഘടകങ്ങളുടെ അംഗങ്ങളാണെന്ന് അവകാശപ്പെട്ട് പേര് വെളിപ്പെടുത്താത്ത ഒരു പരാതി മുഖ്യമന്ത്രിക്കും പകർപ്പ് എക്സൈസ് കമ്മീഷണർക്കും ലഭിച്ചിരുന്നു. പ്രസ്തുത പരാതിയിൽ എക്സൈസ് ആസ്ഥാനത്തെ ആഭ്യന്തര വിജിലൻസ് ഓഫീസർ അന്വേഷണം നടത്തുകയുണ്ടായി. പരാതിയിൽ കഴമ്പുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശ്രീ AP അനിൽകുമാർ. സർ, ബാർ ഉടമകൾ മദ്യനയം തിരുത്താൻ സർക്കാരിന് പണം നൽകാൻ പിരിവ് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഒരു പരാതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. ആ പരാതിയുടെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എന്ന് പറയാൻ കഴിയും? മിനിസ്റ്റർ. സർ, ഇപ്പോൾ ബാർ ഉടമകളുടെ പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തിയ കാര്യം ഞാനിവിടെ പരാമർശിച്ചു. സാധാരണഗതിയിൽ ഒരു ഊമക്കത്തായിട്ടാണ് ആ പരാതി ലഭിച്ചിട്ടുള്ളത്. ആളും നാഥനുമില്ലാത്ത ഒരു പരാതിയാണ്. എന്നിട്ടും സർക്കാർ അത് സംബന്ധിച്ച് എക്സൈസ് കമ്മീഷണർ പരിശോധിക്കുകയുണ്ടായി. എക്സൈസ് വിജിലൻസ് വിഭാഗം 7 പേരെ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്നാൽ ഇത്തരത്തിലൊരു പണപ്പിരിവ് നടത്തിയതായി തെളിയിക്കാൻ കഴിയുന്ന മൊഴികളോ തെളിവുകളോ ലഭിച്ചിട്ടില്ല. അസോസിയേഷന് കെട്ടിടം വാങ്ങുന്നതിന് 1 ലക്ഷം രൂപ വീതം പണപ്പിരിവ് നടന്നു എന്നത് വാസ്തവമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നൽകാത്തതിനെ തുടർന്ന് ചോദ്യോത്തര വേളയിൽ മന്ത്രി MB രാജേഷ് മറുപടി പറയുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്